ഇവിടെ നമുക്കൊരു പെറ്റ് ഹോം ഉണ്ട്. ആ പെറ്റ് ഹോമിലെ ചില ഫ്രണ്ട്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് ഞങ്ങളുടെ പോപ്പി. യൂഷ്വലി നമ്മൾ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ട്രക്കിങ്ങിന് പോകുമ്പോൾ ട്രക്കിങ്ങിനെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ പോപ്പിയാണ്. Hi, I'm Yadu. This is my fourth time over here. I always feel Vanani is calling me back to experience this silent part of Munnar. ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ് വനാനി ഗ്ലാമ്പിംഗ് റിസോർട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ലൈവ് സ്റ്റോറീസ് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഹോസ്പിറ്റാലിറ്റി ചെയ്യണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. വനാനി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ലക്ഷൂറിയസ് ഗ്ലാമ്പിംഗ് റിസോർട്ടാണ്. വനാനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഇടുക്കി ജില്ല തന്നെ ആയിരുന്നു. ആസ് യൂഷ്വൽ ഏറ്റവും കൂടുതൽ ഗസ്റ്റുകൾ വരുന്നത് മൂന്നാറാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ തന്നെയാണ് സെലക്ട് ചെയ്യാൻ തയ്യാറായത്. നമ്മൾ മൂന്നാറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ വരുന്ന വളരെ കൺജസ്റ്റഡും വളരെ തിരക്കുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി യുണീക്കായി ഒരു ക്വയറ്റ് പ്ലേസ് ഓഫ് മൂന്നാറിൻ്റെ തിരക്കുകളൊന്നും ഇല്ലാതെ, എന്നാൽ മൂന്നാറിൻ്റെ ക്ലൈമറ്റും കിട്ടണം. ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷകരമായി എൻജോയ് ചെയ്തൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ലൊക്കേഷൻ അങ്ങനെയാണ് എത്തുന്നത്. വനാനി ഗ്ലാമ്പിംഗ് റിസോർട്ട് എക്സാക്ട്ലി സ്ഥിതി ചെയ്യുന്ന മാൻകുത്തിമേട് എന്നുള്ള ലൊക്കേഷനിലാണ്. ഇൻ ജനറൽ ഗ്ലാമ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് ഇതൊരു യങ്സ്റ്റേഴ്സ് അല്ലെ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണെന്നാണ്. വനാനിയിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മാറി 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഗസ്റ്റുകൾ ഇവിടെ വരികയും അത് വളരെ സന്തോഷമായി വളരെ ഹാപ്പിയായി തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു വെക്കേഷൻ ഗ്ലാമ്പിംഗ് റിസോർട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തുകൊണ്ട് വനാനി? ഞങ്ങളെ സംബന്ധിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേ ഉണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ട്. പോഡ് ഹൗസ് ഉണ്ട്, ഡോംസ് ഉണ്ട്, കണ്ടെയ്നർ ഹോംസ് ആൻഡ് ക്യാപ്സൂൾസ്, ഇങ്ങനെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേസാണ് വനാനിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ലക്ഷൂറിയസ് ഗ്ലാമ്പാണ്. നമ്മൾ സ്റ്റേക്കേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മെയിൻ എലമെൻ്റാണ് ഫുഡ്. അതിനെ വനാനി സ്പെഷ്യലി കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും നമുക്കൊരു അക്വാഫോണിക് സിസ്റ്റം ഉണ്ട് ഫ്രഷ്ലി കുക്ക്ഡ് വെജിറ്റബിൾസിന് വേണ്ടി. ഡേ ഇൻ വനാനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ഗസ്റ്റുകളാണെങ്കിലും അവർക്ക് ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടെ വരുന്ന ഓരോ ഫാമിലീസിൻ്റെ കംപ്ലീറ്റ് സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നാണ് നമ്മുടെ തോട്ട്. ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ ഇങ്ങനെയുള്ള ചെറിയ മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടുകളില്ലാത്ത എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതിനുള്ള ഒരു അവസരവും കൂടെയാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോർണിംഗ് ട്രക്കിംഗ്. ഒരു ഫാമിലിയിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് പോയിൻ്റാണ്. ഇനി ഏർലി മോർണിംഗ് ആണെങ്കിൽ നമുക്ക് സൺറൈസും ചതുരംഗപ്പാറയുടെ വിൻഡ്മില്ലും തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളും വളരെ സുന്ദരമായി കാണാൻ പറ്റും. ക്വയറ്റ് സൈഡ് ഓഫ് മൂന്നാറിൽ ഇത്ര ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ വളരെ ഹാപ്പിയായി പോകുന്നുണ്ട്. അവരുടെ റെഫറൻസിൽ നിന്ന് നെക്സ്റ്റ് ഫാമിലീസും വരുന്നു. അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. വി ആർ സോ പ്രൗഡ് ഓഫ് ഇറ്റ്.